തൊപ്പി ഒളിവിൽ, ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ പോലീസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചു എന്ന കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കും. തൊപ്പി വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുള്ളതിനാലാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനുള്ള പോലീസിന്റെ നീക്കം. തൊപ്പിയുടെ പാസ്പോർട്ട് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് മറുപടി നൽകിയ ശേഷമാണ് ഇയാൾ ഒളിവിൽ പോയിരിക്കുന്നത്. ഇയാൾ ജില്ല വിട്ടു എന്നാണ് സംശയം. മൊഴിയെടുപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എങ്കിലും തൊപ്പിയും സുഹൃത്തുക്കളും ഇതുവരെ ഹാജരായിട്ടില്ല. ലഹരി ഉപയോഗം, ലൈംഗിക ചൂഷണം, സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീലം പ്രചരിപ്പിക്കൽ തുടങ്ങി നിരവധി പരാതികളാണ് സോഷ്യൽ മീഡിയയിൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ വൈറലായ തൊപ്പി എന്ന നിഹാദിനെതിരെയുള്ള ആരോപണങ്ങൾ. കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തിരുന്നു. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. ആലുവ റൂറൽ സൈബർ പോലീസാണ് തൊപ്പിക്കെതിരായ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. നിഹാദിന് മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്താണ് പോലീസിന്റെ റിപ്പോർട്ട്. വളരെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് എന്നതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ലഹരി മരുന്ന് ഉപയോഗം, അശ്ലീല പ്രചരണം, പോക്സോ കേസുകൾ, ലൈംഗിക ചൂഷണം തുടങ്ങിയ ആരോപണങ്ങളാണ് തൊപ്പിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ ഉയർന്നത്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിൽ DGP റവാഡ ചന്ദ്രശേഖറായിരുന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തൊപ്പി എന്ന നിഹാദും നിഹാദിന്റെ MRZ ഗാങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന മമ്മു എന്ന മുഹമ്മദും ഷമീറും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയാണ് വിവാദമായത്. കഴിഞ്ഞ ദിവസം നിഹാദിനെതിരെ മുഹമ്മദും ഷമീറും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. MDMA ഉപയോഗിക്കുന്ന വ്യക്തിയാണ് തൊപ്പി എന്ന നിഹാദെന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ചൂഷണം ചെയ്യുന്നു എന്നുമാണ് കുട്ടികൾ ആരോപിച്ചത്. തൊപ്പിയുടെ മുറിയിൽ നിന്നും കഞ്ചാവ് പാക്കറ്റ് പുറത്തെടുക്കുന്ന വീഡിയോയും പുറത്തുവിട്ടിരുന്നു. തൊപ്പി ലൈംഗിക ചൂഷണം നടത്തിയെന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിച്ച് പണം നൽകി പ്രശ്നം ഒതുക്കിയെന്നും ഇവർ ആരോപിച്ചിരുന്നു.